ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും തിരുനാളിന് മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. പരിശുദ്ധ തൃത്വം ഒരുപക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു രഹസ്യമാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഒരു രഹസ്യമാണ്, പക്ഷേ അതൊരു റിവീൽഡ് ട്രൂത്ത് കൂടെയാണ്, ഒരു വെളിപ്പെടുത്തപ്പെട്ട സത്യം കൂടെയാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൃത്വം എന്ന രഹസ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഒഴികഴിവ് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, മറിച്ച് എത്ര കണ്ട് ഈ തൃത്വത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നുവോ, ഗ്രഹിക്കാൻ ശ്രമിക്കുന്നുവോ, അത്രമേൽ ഈ തൃത്വ രഹസ്യത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് പരിശുദ്ധ തൃത്വത്തെ പറ്റി സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, തൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. പക്ഷെ അത് ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് കത്തോലിക്ക വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ പിതാവ് ദൈവമായിരിക്കെ, പുത്രൻ ദൈവമായിരിക്കെ, പരിശുദ്ധാത്മാവ് ദൈവമായിരിക്കെ, എങ്ങനെയാണ് ഈ മൂന്ന് ഒന്നായിട്ട് മാറുന്നത്? ഒരിക്കൽ ഒരച്ഛൻ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, അച്ഛാ, 1+1+1 അത് 3 അല്ലേ? അപ്പം 3 എങ്ങനെയാണ് ഒന്നായി മാറുന്നത്? അപ്പം അച്ഛൻ തിരിച്ചൊരു ചോദ്യം അവരോട് ചോദിച്ചു, മോനെ, 1×1×1 എത്രയാണ്? 3 അല്ല, 1. അച്ഛൻ പറയായിരുന്നു, സമീപനങ്ങൾ മാറുമ്പോൾ സങ്കല്പത്തിൽ വ്യത്യാസം വരുന്നു. സമീപനങ്ങൾ മാറുമ്പോൾ സങ്കല്പത്തിൽ വ്യത്യാസം വരുന്നു. നമ്മളൊരു കാര്യത്തെ സമീപിക്കുന്ന രീതിയാണ് വ്യത്യാസപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ തൃത്വ രഹസ്യത്തെ മനസ്സിലാക്കാനായിട്ട് ഒരു പക്ഷേ നമുക്ക് ബുദ്ധി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് അതിനെ എതിർക്കാനോ ഒക്കെ സാധിക്കും നമുക്ക്. പക്ഷെ അതേ ബുദ്ധി കൊണ്ട് തന്നെ സമീപനത്തിൽ വ്യത്യാസം വരുത്തിയാൽ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് ഈ തൃത്വ രഹസ്യത്തെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ അച്ഛൻ പറഞ്ഞു വെച്ചത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 261 ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു: കത്തോലിക്ക വിശ്വാസത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്രമാണ് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള തൃത്വ രഹസ്യത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. തുടർന്ന് തുടരുകയാണ്, എങ്ങനെയാണ് ഈ തൃത്വം ഒന്നായിട്ട് മാറുന്നത് എന്നുള്ളത് 266 ഖണ്ഡിക പഠിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്വം ഏകമാണ്, അവരുടെ മഹത്വം സമമാണ്, അവരുടെ പ്രാഭവം തുല്യമായി നിത്യമാണ്. ഇതാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ 3 പേരും ഒന്നായിരിക്കുന്നത് എന്തിലാണ്? സബ്സ്റ്റൻസിലാണ്, സത്തയിലാണ് അവർ ഒന്നായിരിക്കുന്നത്. ഏക ദൈവത്തിൽ തുല്യരായിട്ടുള്ള 3 ആളുകളാണ് എന്നുള്ളതാണ് ഈ തൃത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഏതൊരു ദൈവിക പ്രവൃത്തി നടക്കുമ്പോഴും അതിൽ 3 പേരുടെയും സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് തൃത്വ രഹസ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ ത്രിത്വക രഹസ്യം ബൈബിളിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും ആദ്യം, പ്രത്യേകിച്ച് ഈ ത്രിത്വം എന്നുള്ള വാക്ക് ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ത്രിത്വത്തിന്റെ സാന്നിധ്യം ബൈബിളിൽ പല സ്ഥലത്തും ഉണ്ട്. ഏറ്റവും ആദ്യം സൃഷ്ടികർമ്മം മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിതാവായ ദൈവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും വചനം പറയുന്നു, ആഴിക്കുമീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് ആ ചൈതന്യം? പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമാണ്. തുടർന്ന് അവിടുന്ന് പറയുന്നു, ഉണ്ടാകട്ടെ. വചനം മാംസമായതാണ് യേശു. അവിടെ പുത്രന്റെ സാന്നിധ്യമുണ്ട്. അവിടെ സൃഷ്ടികർമ്മത്തിൽ പുത്രന്റെ സാന്നിധ്യമുണ്ട്, തൃത്വത്തിന്റെ സാന്നിധ്യമുണ്ട്. വീണ്ടും വചനം പറയുന്നു, നമുക്ക്
നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കാം. അവിടെ ഒരു പ്ലൂരാലിറ്റി ഉണ്ട്. നമുക്ക് എന്നുള്ള വാക്കിൽ തൃത്വത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയുമുണ്ട് തൃത്വത്തിന്റെ പ്രകടമായിട്ടുള്ള സാന്നിധ്യം. അതെവിടെയാണ്? ഈശോയുടെ മാമോദീസ വേളയിലാണ്, അല്ലെ? മാമോദീസ വേളയിൽ വചനം പറയുന്നു, സ്നാനമേറ്റുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ് വചനം പറയുന്നത്. തുടർന്ന് പിതാവായ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്. എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സജീവമായ സാന്നിധ്യം ഈശോയുടെ മാമോദീസയുടെ അവസരത്തിലുമുണ്ട്. തുടർന്ന് ശിഷ്യന്മാരെ ഈശോ അയക്കുന്നുണ്ട്, അല്ലെ? അവിടെയും എന്താണ് പറയുന്നത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് ഈ ശിഷ്യന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈശോ അയക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ ത്രിത്വൈക രഹസ്യം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അനുദിന ജീവിതത്തിൽ ഈ ത്രിത്വം എന്ന സ്നേഹ കൂട്ടായ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ ത്രിത്വൈക രഹസ്യത്തിൽ മ്യൂച്വൽ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ്. പരസ്പര സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് ത്രിത്വൈക രഹസ്യത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാളിൽ മറ്റൊരാളുണ്ട്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്നത് പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ മറ്റൊരാളുടെ സാന്നിധ്യമുണ്ടെന്നർത്ഥം. എന്താണ് ഇത് നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും ഒരാളിൽ മറ്റൊരാളുണ്ടാകണം. എന്ന് വെച്ചാൽ ഭാര്യയിൽ ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം, ഭർത്താവിൽ ഭാര്യയുടെ സാന്നിധ്യം ഉണ്ടാകണം, മക്കളിൽ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം, മാതാപിതാക്കളിൽ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. എന്ന് വെച്ചാൽ അനുദിന ജീവിതയാത്രയിൽ മക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മ, സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർമ്മ. അവരെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായാൽ ഒരു അപ്പനും മദ്യപിച്ച് കുടുംബത്തിലെ സ്വത്ത് നശിപ്പിക്കാൻ നോക്കില്ല. കാരണം വളർന്നു വരുന്ന മക്കളെ കുറിച്ചുള്ളൊരു ഓർമ്മ അപ്പന്റെ മനസ്സിലുണ്ട്. ഒരമ്മയ്ക്കും പൈസ ദൂർത്തടിക്കാൻ കഴിയില്ല. കാരണം വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മ ആ അമ്മയുടെ മനസ്സിലുണ്ട്. ഇനി ഒരു മക്കളും സ്വന്തം മാതാപിതാക്കളെ കുറിച്ചുള്ള സാന്നിധ്യം അല്ലെങ്കിൽ ഓർമ്മ അവരുടെ മനസ്സിലൊരു കനലായിട്ടുണ്ടെങ്കിൽ ഒരു മക്കളും ഇടറിപ്പോവില്ല. കാരണം എന്താണ്? അവരുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ ഹൃദയത്തിലുണ്ട്, അവരുടെ ചങ്കിലുണ്ട്. അതുകൊണ്ട് പരസ്പരമുള്ള സാന്നിധ്യം, പരസ്പരമുള്ള ഓർമ്മ നമ്മുടെയൊക്കെ ബന്ധങ്ങളെ കുറച്ചും കൂടി ഊഷ്മളമാക്കട്ടെ എന്നുള്ളതാണ് ത്രിത്വൈക രഹസ്യം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം എന്താണ്? അത് മ്യൂച്വൽ കോംപ്ലിമെന്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ പൂർണ്ണമാക്കുന്നു. പിതാവിനൊരു വ്യക്തിത്വമുണ്ട്, പുത്രനൊരു വ്യക്തിത്വമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വമുണ്ട്. പക്ഷേ അങ്ങനെ വ്യക്തിത്വം ഉണ്ടാകുമ്പോഴും അവർ പരസ്പരം അവരുടെ മിഷൻ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ പരസ്പരം പൂർത്തിയാക്കുന്നവർ കൂടിയാണെന്നുള്ളതാണ്. അതായത് പിതാവിൻ്റെ ദൗത്യം പുത്രൻ പൂർത്തിയാക്കുന്നുണ്ട്, പുത്രനെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധാത്മാവ് ഇന്നും സഭയെ നയിച്ചുകൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരാളുടെ മിഷൻ മറ്റേയാൾ പൂർത്തിയാക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ ശുശ്രൂഷകൾ പൂർത്തിയാക്കണം. നമ്മുടെ കൂടെയുള്ളവരുടെ അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് കുറവുണ്ടായാൽ, ഒരു പോരായ്മ ഉണ്ടായാൽ ആ കുറവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയല്ല വേണ്ടത്. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് അത് തന്നെയാണ്. കുറവുകളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെ അവർക്കൊരു കുറവുണ്ടായാൽ, അവർക്കൊരു പോരായ്മ ഉണ്ടായാൽ, അവർക്കൊരു വീഴ്ചയുണ്ടായാൽ, പരാജയമുണ്ടായാൽ ആ പരാജയത്തെ, കുറവിനെ തുറന്ന് കാണിക്കാൻ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് ഇന്ന് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ അത് ആരും അറിയാതെ പൊതിഞ്ഞ് ചേർത്ത് വെച്ച് ആ കുറവിനെ ഞാൻ ഏറ്റെടുത്ത് അത് നിറവാക്കി മാറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവർ യഥാർത്ഥമായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ സ്വന്തം കുറവുകളായിട്ട് ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കാനുള്ള കൃപയാണ് ഈ ത്രിത്വം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോട് നേരുകയാണ്. നമുക്കറിയാം, പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയാവുന്നവരെ എത്രയോ പ്രാവശ്യമാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നത്, നമ്മളെ തന്നെ ആശീർവദിക്കുന്നത് അല്ലേ? രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ത്രിസന്ധ്യാ ജപം മണി മുഴങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു പള്ളി കാണുമ്പോൾ, അല്ലെങ്കിൽ റോഡിലൂടെ ചീറിപ്പായുന്ന ഒരു ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കുരിശ് വരയ്ക്കാറുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ മെസ്സേജിന്റെ അവസാനം ത്രിത്വേക രഹസ്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ മനസ്സിലൊരു നിയോഗം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട്, നമ്മൾ ഇന്നും കുരിശ് വരയ്ക്കുന്നവരാണെങ്കിൽ കൂടെയും നമ്മൾ ഇന്ന് ഒന്ന് മനസ്സറിഞ്ഞ് കുരിശ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.